ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. നമുക്ക് ഒരു കോൺഫ്ലെക്സ് വീറ്റ് ലഡ്ഡു ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1.5 കപ്പ് ഗോതമ്പ് പൊടി, ശർക്കര ഉരുക്കിയത് 1/2 കപ്പ് അല്ല 1/4 കപ്പ്, പിന്നെ കോൺഫ്ലെക്സ് പൊടിച്ചത്, മുന്തിരിങ്ങ, കിസ്മിസ്, പിന്നെ ഏലക്കായും പഞ്ചസാരയും കൂടെ മിക്സിയിലിട്ട് ചേർത്തപ്പോൾ അതൊരു 1 സ്പൂണോളം മതി. പിന്നെ നെയ്യ്, കോൺഫ്ലെക്സ് ഞാൻ ഏകദേശം 1/4 കപ്പ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ആ പാനിലേക്ക് നെയ്യ് ഒഴിക്കാം. 2 സ്പൂൺ നെയ്യാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. കണ്ടില്ലേ? ഈ കോൺഫ്ലെക്സ് പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത് ഒരുപാട് പൊടിഞ്ഞു പോകാതെ ചെറിയൊരു തരിതരിപ്പായിട്ട് പൊടിക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് നെയ്യ് ഉരുകുമ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി ചേർക്കുക. ഗോതമ്പ് പൊടി ഏകദേശം 1.5 കപ്പോളം ഉണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അധികം ചൂട് വേണ്ട. അതിൻ്റെ ചെറിയതായിട്ടൊന്ന് കളർ മാറുമ്പം നമ്മൾ കോൺഫ്ലെക്സ് പൊടിച്ചത് അതിലേക്ക് ചേർക്കുക. കണ്ടില്ലേ? 1/4 കപ്പോളം ഉണ്ടായിരുന്നു. അതിന് നന്നായിട്ട് ഇളക്കുക. നമ്മൾ ശർക്കര ഉരുക്കി ഒഴിച്ചത് ഞാൻ ഒഴിച്ചായിരുന്നത് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ പോയതാണ്. ഇനിയിപ്പോൾ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പം ഈ ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. അപ്പം ഒന്ന് പിടിച്ച് നോക്കുക. അപ്പോൾ അത് ഉരുട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ പാകമെന്ന് പറയുന്നത്. നമുക്ക് ചെറിയൊരു ചൂടോടുകൂടി ഇത് ഉരുട്ടാം. കണ്ടില്ലേ? ശർക്കര പാവ് കാച്ചിയത് നിങ്ങൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് അറിയാതെ എത്രത്തോളം കട്ടിയാവുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ മയം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഒഴിച്ചിട്ടില്ല, 2 സ്പൂൺ നെയ്യേ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. അല്ല, അപ്പോൾ നമ്മുടെ കോൺഫ്ലെക്സ് വീറ്റ് ലഡ്ഡു തയ്യാറാണ്. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. ആ കിസ്മിസ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഈ ലഡ്ഡുവിൻ്റെ മീതെ വെച്ച് ഗാർണിഷ് ചെയ്യാം. ഇതുപോലെ എളുപ്പമല്ലേ? കോൺഫ്ലെക്സ് വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഗസ്റ്റിനൊക്കെ ഇതൊക്കെ ഒന്ന് കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കുക. നാളെ 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.